അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫദ്ദാർ. മലപ്പുറം ജില്ലയിലെ പുത്തനങ്ങാടി ഭാഗത്തു നിന്നുള്ള രണ്ട് കുട്ടികൾ നിലമ്പൂർ ഭാഗത്തേക്ക് ക്യാമ്പിന് പോയിട്ട് അവിടെ കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ട ഒരു വാർത്ത നമ്മളൊക്കെ അറിഞ്ഞു. വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്ത. ആ സമയത്ത് ആ കുട്ടികളോടൊപ്പം അപ്പോൾ ആ സമയത്ത് കുളിക്കാനിറങ്ങി അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃക്സാക്ഷിയായ ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കുകളുണ്ട്. നമ്മൾ ശരിക്കും ചിന്തിക്കണം, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മളാരും കൃത്യമായി കണ്ടിട്ടില്ല. പക്ഷെ ആ ദൃക്സാക്ഷി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുൻപ് അറിയേണ്ട ചില വസ്തുതകളുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? പൂർണ്ണമായിട്ടും ആ അധ്യാപകരെ നമുക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തക്കുറവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. ഞാൻ ഇതുമായി ഇന്നലെ ബന്ധപ്പെട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ തന്നെ എനിക്ക് പരിചയമുള്ള ഒരു അധ്യാപകനോട് സംസാരിച്ചു. ഇത്തരം രീതികൾ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ഇത്തരം ക്യാമ്പിന് കൊണ്ടുപോകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ആയിഷ, റിദ, മുക്സിന എന്നു പേരുള്ള രണ്ട് കുട്ടികളുടെ മരണം എന്ത് വാക്കുകൾ പറഞ്ഞാണ് ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുക? ഇന്നലെ ആ കുട്ടികളെ ഖബറടക്കി അള്ളാഹു ആ പെൺകുട്ടികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. അപ്രതീക്ഷിതമായുണ്ടായ ആ ഒരു ദുരന്തത്തിൻ്റെ വേദനയിലാണ് ഹൃദയുടെയും മുഹ്സിനയുടെയും ഒക്കെ നാട്ടുകാർ. നെടുങ്കയത്ത് വെച്ച് ജീവനറ്റുപോയ ഇവർക്ക് ഇന്നലെ ആ ഒരു മയ്യത്ത് കാണാൻ വേണ്ടി ആ നാട്ടുകാരൊന്നാകെ അവരുടെ വീടുകളിലേക്ക് മറ്റും ഓടിയെത്തിയിരുന്നു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമെല്ലാം കണ്ണീരണഞ്ഞാണ് അവരെ പള്ളിയിലേക്ക് യാത്രയാക്കിയത്. ഫാത്തിമ മുഹ്സിനയുടെ മയ്യത്ത് ഉച്ചയോടെ പുത്തരത്താണി ചെലൂരിലുള്ള കുന്നത്തു പീഡിയേക്കൽ വീട്ടിലെത്തിച്ചത്. തുടർന്നൊരു 2 മണിയോടെ ചെലൂർ ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയത്. ആയിഷ റിദയുടെ മയ്യത്ത് ഒരു 12:30 കന്മനം കറുങ്കാട്ടിലെ വീട്ടിലെത്തിച്ചൊരു 3 മണിയോടെ കറുങ്കോട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. കോവിഡ് കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രാദേശിക വാർത്താ വായനയിൽ ശ്രദ്ധേയമായ പെൺകുട്ടിയാണ് ഈ ആയിഷ റിദ എന്നുള്ള പെൺകുട്ടി. ഉപജില്ലാ അറബിക് സംഘഗാനത്തിൽ 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ A ഗ്രേഡും നേടിയ പഠിക്കാനും പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മിടുക്കിയായിരുന്നൊരു പെൺകുട്ടിയായിരുന്നു. അധ്യാപകരും അതേപോലെ പ്രിയപ്പെട്ടവരുമൊക്കെ വളരെ സങ്കടത്തോടെയാണ് ഈ ഒരു കുട്ടികളുടെ മരണം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഈ ഒരു നെടുങ്കയത്തെ കരിമ്പുഴയിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തിയത് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ആ വനം ഡോർമെറ്ററിയൊക്കെ ഇതോടുകൂടിയിട്ട് അടച്ചു. ഇവിടെ ഇതിന് മുൻപും ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അപകടം നടന്നൊരു കയം 2019 പ്രളയത്തിൽ കല്ലും മണ്ണും വന്നടിഞ്ഞിട്ട് നികന്നിരുന്നൊരു ഭാഗമാണ്. ഏത് വേനലിലും ഒരു 3 ആൾ പൊക്കത്തിൽ വെള്ളമുണ്ടാകുന്നൊരു കയവാണ് ഇതെന്നുള്ളതാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് കുടിക്കാൻ വളരെ സൗകര്യമുണ്ടായിരുന്ന വെള്ളം കിട്ടിയിരുന്നൊരു ഭാഗമാണ്. അവിടെയാണ് ഇവിടെ ഈ അപകടത്തിൽ ഈ കുട്ടികൾ മരിക്കുന്നത്. 2007 ശേഷം ഇവിടെ സഞ്ചാരികൾ അപകടത്തിൽ പെട്ടിട്ടില്ല. പക്ഷേ ഈ കോളനിയിലെ ആളുകൾ മരിച്ച അപകടങ്ങളുണ്ടായിട്ട് ഇതിനകം 20 പേര് ഈ കയത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. 20 പേര് ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഏതായാലും ബോർഡ് വെച്ചിട്ടും ഈ കുട്ടികൾക്ക് മരണപ്പെടാനായിരുന്നു അല്ലെങ്കിൽ അവർ അപകടത്തിൽപ്പെടാനായിരുന്നു വിധി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. വളരെ സാധാരണ കുടുംബത്തിൽ കഴിയുന്ന പെൺകുട്ടികളാണ്. അപ്പോൾ ഇന്നലെ ആ ഒരു സംഭവത്തിന് സാക്ഷിയായ ഒരു 4-5 കുട്ടികൾ അവരോടൊപ്പം കുളിക്കാൻ ഇറങ്ങിയതിൽ അതിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ട കുട്ടി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പറയുന്നത്. അതിനു മുൻപ് കൃത്യമായിട്ട് അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു 8ഓളം അധ്യാപകർ ഈ കുട്ടികളുടെ കൂടെ പോയിട്ടുണ്ട്. 10-40 കുട്ടികൾ പോയി. അതിൽ 33 പെൺകുട്ടികളാണ്. ഈ 33 ഈ പെൺകുട്ടികൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികൾ അവിടെ ജലാശയത്തിൽ ഇറക്കുമ്പോൾ ആ ജലാശയം ഒരു അപകടം നിറഞ്ഞൊരു മേഖലയാണ് എന്നവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത്തരമൊരു സ്ഥലത്ത് എന്ത് ധൈര്യത്തിലാണ് ഈ അധ്യാപകർ അവിടെ ഇറക്കിയത്? ഇനിയിപ്പോൾ നമ്മൾ പറയാ ഈ അധ്യാപകർക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ഇറക്കരുത് എന്നുള്ളത് ഒരു സാമാന്യ ബോധമല്ലേ? നമ്മളൊരു ജലാശയത്തിൽ നമ്മൾ ക്യാമ്പിന് കൊണ്ടുപോകുന്ന കുട്ടികൾ ഇറക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നീന്തൽ അറിയുന്നവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവാം എന്നൊരു സാമാന്യ ബോധ്യം വെച്ചിട്ട് ആ മക്കളെ അതിൽ ഇറക്കാനേ സമ്മതിക്കില്ല. ഞാനൊരു അനുഭവം പറയാം. ഞങ്ങളെ കോളേജിൽ നിന്ന് ടൂറ് പോകുമ്പോൾ മൂന്നാർക്ക് ടൂറ് പോയപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുഴയുടെ വക്കത്താണ്. അവിടെ ഇങ്ങനെ ആളുകളൊക്കെ ഹോട്ടലുകളിൽ നിന്ന് അടിമാലിയിൽ നിന്ന് ഫുഡ് അവിടെ കൊണ്ടുവരിക ചെയ്യുക ഈ ടൂറിസ്റ്റ് പോയിന്റിലേക്ക്. 5 കിലോമീറ്ററുകളോളം ആക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഇരുന്ന് ആ മരച്ചില്ലകൾക്കിടയിൽ ഇരുന്നിട്ട് മരക്കൂട്ടങ്ങൾക്കിടയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ പുഴയുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊന്നാകെ പുഴയിലേക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ മാനേജർ നന്നായിട്ട് വഴക്ക് പറയും.
അജിക് സാർ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, അവിടെ ആരും ഇറങ്ങരുത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ആ പുഴയിൽ ഒന്ന് കുട്ടികൾ ഇറങ്ങി സന്തോഷിക്കുന്നതോടെ എന്താ കുഴപ്പമെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ആർക്കാണ്? ആ പുഴയുടെ സ്വഭാവം നമുക്കറിയില്ല. അവിടെ എവിടെയാണ് ആഴം, അവിടെ ചെളിയുണ്ടോ, ചേറുണ്ടോ, ചുഴിയുണ്ടോ, ഇതൊന്നും അറിയാത്തത് കൊണ്ട് ആ കുട്ടികളെ സുരക്ഷിതമായിട്ട് നമ്മൾ വീട്ടിൻ്റെ രക്ഷിതാക്കളുടെ കയ്യിൽ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് തിരിച്ചവിടെ എത്തിക്കുന്നത് വരെ അധ്യാപകര് ബേജാറില്ല. ശരിക്കുള്ളൊരു അധ്യാപകരാണെങ്കിൽ അവർ അവിടെ ഇറങ്ങുന്നു ഇവിടെ ഇറങ്ങുന്നു ഒക്കെ പേടിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു കുഴപ്പവും നമ്മുടെ കയ്യിൽ നിന്ന് വരരുത് എന്ന് കരുതിയിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പിന് 10-40 കുട്ടികൾ പോയി. ആ 40-ൽ 33 എണ്ണം പെൺകുട്ടികളാണ്. ഈ ഒരു പ്രായം ആലോചിച്ച് നോക്കൂ. ഈ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ചെറിയ കുട്ടികൾക്ക് ആളെ കൂടെ കൂടുമ്പോൾ ഹീറോയിസം കാണിക്കാൻ തോന്നുന്ന ഒരു പ്രായം. കർശനമായിട്ട് ടീച്ചർമാര് ആ ഭാഗത്ത് ബോർഡ് കണ്ടില്ലേ, ഇവിടെ അപകടമുള്ളതാണ്, നമുക്കിവിടെ കുളിക്കണ്ട, നമുക്കവിടെ ക്യാമ്പിൽ മറ്റെന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതോ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതോ അല്ല. കാരണം ആ ദുരന്തം എല്ലാവർക്കും വളരെ വിഷമുണ്ട്. അധ്യാപകർ ഇന്നലെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കൂടെയുള്ള 2 കുട്ടികളില്ലാതെ അവർ ആംബുലൻസിൽ അവരെ വീട്ടിലേക്ക് കഫംപുടയിൽ കൊണ്ടുപോകുമ്പോൾ ഒരൊറ്റ അധ്യാപകർക്കും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ സഹപാഠികളായ മറ്റുപേർക്കും സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. ഏറ്റവും അധികം അച്ചടക്കവും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കുട്ടികൾ. അപ്പൊ സ്വാഭാവിക ട്രെയിനിങ് കൊടുക്കുന്ന അധ്യാപകരും ഈ ഒരു പഞ്ച്വാലിറ്റിയും അതേപോലെ അച്ചടക്കവും ഒക്കെ ഉള്ള ആളുകളാവണ്ടേ. ഇന്ന് കണ്ണു തുറക്കുമ്പോൾ ആ മക്കളുടെ ഉമ്മമാരുടെയും വാപ്പമാരുടെയും ഒക്കെ ഒരു വേദന ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് ശരിക്കും ഉത്തരവാദിത്ത കുറവാണ്. ഇനി അവിടെ ചെന്ന് അവിടുത്തെ വനം വകുപ്പിന്റെ കയ്യിലാണ് ഈ സ്ഥലങ്ങളൊക്കെ. അവിടുത്തെ വാച്ചർമാര് നോക്കി നിൽക്കുമ്പോഴാണ് ഈ സംഭവം. അവർക്ക് അവരുടെയും ഉത്തരവാദിത്ത കുറവാണ്, വനം വകുപ്പിന്റെയും. ഇവിടെ ഇന്ന ഭാഗത്ത് ഇത്രയും ചുഴിയുണ്ട്. അവിടെ പറഞ്ഞു കേൾക്കുന്നത് വെള്ളം ഇങ്ങനെ എന്താ പറയാ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ അടിഭാഗം കാണുന്നുണ്ടായിരുന്നു. അടിഭാഗം കാണുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷേ പുഴയുടെ സ്വഭാവം അറിയുന്നവർക്കറിയാം അവിടെ കുഴപ്പമുണ്ട്, അവിടെ മുൻപ് അപകടം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തക്കുറവാണ് ശരിക്കും നിർഭാഗ്യവശാൽ ആ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രഹസനമായിട്ട് മാറാം. കുറച്ച് മാസങ്ങൾക്ക് മുൻപല്ലേ കുസാറ്റില് തിക്കും തിരക്കിൽപ്പെട്ട് 3-4 ആളുകൾ മരിച്ചു. ഒടുവിൽ അന്വേഷണ റിപ്പോർട്ട് എന്താ വന്നത്? ആ സ്ഥാപനത്തിന്റെ വീഴ്ചയാണ് ഇതുണ്ടാവാൻ കാരണമെന്ന്. എത്ര വീഴ്ചയാണെന്ന് പറഞ്ഞ് കുറച്ചുപേരെ നമ്മൾ പ്രതികളാക്കി കുറ്റപ്പെടുത്തി റിപ്പോർട്ട് വന്നാലും മരണപ്പെട്ടു പോയ ആ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പൊ ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മളൊക്കെ ടൂറ് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ക്യാമ്പിന് പോകുമ്പോഴൊക്കെ വളരെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇത് കോളേജ് പിള്ളേരല്ല, പറഞ്ഞാലങ്ങോട്ട് ഇത് പൊടി പിള്ളേരാ. ആ പിള്ളേരുടെ കാര്യത്തിൽ വളരെ വലിയ അച്ചടക്കം കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. പറയുമ്പോൾ നമുക്കൊരു സങ്കടം. കാരണം എൻ്റെ മോളും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ടൂറ് പോയിട്ട് വീട്ടിലേക്ക് എത്തുന്നവരെ ആദ്യമാണ് വിളിച്ചു ചോദിക്കും, ടീച്ചർ എവിടെ എത്തി, കുഴപ്പമൊന്നും ഇല്ലല്ലോ, കുഴപ്പമുണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടല്ലല്ലോ വിളിക്കണത്. ആ സമയത്ത് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഒരു മാതാവിൻ്റെ ഉള്ളിൽ അത് മനസ്സിലാവുക? ഇപ്പോഴും അതിനുള്ളിൽ ഖേദങ്ങനെ വന്നുകൊണ്ടിരിക്കും, എൻ്റെ കുട്ടിനെ വിടേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ദൃസാക്ഷിയായ പെൺകുട്ടി ഇന്നലെ നമ്മുടെ വീഡിയോക്കടിയിൽ കമൻ്റായിട്ട് ചെയ്തൊരു കാര്യമാണ്. 6 പെൺകുട്ടികളിൽ ഒരാളാണ് അത്ര അവർ. അതായത് ഈ പെൺകുട്ടി അടക്കം 6 പേര് അവിടെ നീന്താൻ ഇറങ്ങിയിരുന്നു. അവർ പറയുന്നത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, വെള്ളത്തിന് വളരെ ശാന്തമായിട്ട് കിടക്കാണ്. അതാണ് ഈ പുഴയുടെ സ്വഭാവം. അപ്പൊ ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യങ്ങൾ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുകയായിരുന്നു. ദൃസാക്ഷിയായ ആ ഒരു കൂടെ ഈ പെൺകുട്ടിയുടെ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ആയിഷാറിദയുടെയും മുഹ്സിനയുടെയും കൂടെ നീന്തിയിരുന്ന പെൺകുട്ടി പറയാണ്, വെള്ളത്തിനൊരു കുഴപ്പമില്ല, ടീച്ചർമാർക്കൊന്നും ഒരു പ്രശ്നമില്ല, അവരുടെ പ്രസന്റിലാണ് ഞങ്ങൾ നീന്താൻ ഇറങ്ങിയത്. ആ നീന്താൻ ഇറങ്ങിയിട്ട് ആ സമയത്ത് വെള്ളം ഞങ്ങളെ അങ്ങോട്ട് പിറകോട്ട് വലിച്ചു, ചുഴി. ഞാൻ വേഗത്തിൽ നീന്തി രക്ഷപ്പെട്ടു. ചില ആളുകളെ അധ്യാപകരെ രക്ഷപ്പെടുത്തി. പക്ഷെ ആ 2 പേര് ചുഴിയിൽപ്പെട്ടു, രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വളരെ കണ്ണീരോടെയാണ് അവർ ആ കമൻ്റ് എഴുതിയത്. ഒരുപാട് പേര് ആ മരണപ്പെട്ടു പോയ കുട്ടികളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കമൻറ്റുകൾ ചെയ്തിരുന്നു. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ ആരെയും അധ്യാപകർ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തിയത്, എൻ്റെ മക്കൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും കൂടി പറയണം. ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി സർക്കാർ.
ആ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ട് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. അവിടെ ഉത്തരാഖണ്ഡിൽ വെടിവെപ്പ് നടത്തിയിട്ട് അവിടെ ഒരു പള്ളിയുടെയും മദ്രസയുടെയും ഭാഗം കയ്യേറ്റ ഭൂമിയിലാണ് നിർമ്മിച്ചെന്ന് പറഞ്ഞിട്ട് ആ ഭാഗം പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ പ്രതിഷേധമായിട്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നു. അതിക്രൂരമായ ലാത്തിചാർജ്, മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് 6 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായി. 150 പോലീസുകാർക്ക് പരിക്ക് പറ്റി. വളരെ ആ സ്ഥലം കയ്യേറ്റ ഭൂമിയാണെന്ന് നേരത്തെ പരാതി ഉയരുകയും അത് കോടതിയിലെത്തുകയും കോടതി 14-ാം തീയതി വരെ ഒന്നും ചെയ്യരുത്, അതിൻ്റെ നിയമ നടപടികൾ അതിൻ്റെ കോടതി നടപടികളിലേക്ക് കടക്കാൻ പോവാണ്, പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റി കൂടുതൽ ചെയ്തത്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ കഴിയുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ 144 പാസ്സാക്കിയിട്ട് പിറ്റേ ദിവസം ഒരു മറുവിഭാഗത്തിൻ്റെ ആളുകൾ അങ്ങോട്ട് അഴിഞ്ഞാടി. മുസ്ലിം കടകൾ കത്തിച്ചു, വാഹനങ്ങൾ കത്തിച്ചു. അങ്ങനെ ഭയങ്കര എപ്പോഴും കലാപത്തിൻ്റെ ഇരകൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്. നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഇരകളാക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവിടെ മദ്രസയുടെയും പള്ളിയുടെയും ഒക്കെ പേരിൽ അവിടുത്തെ റെയിൽവേ കോളനി വികസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ റെയിൽവേ കോളനി ആളുകളൊക്കെ കുടിയൊഴിപ്പിച്ചതും ഇതിനു മുൻപ് വാർത്തയായിരുന്നു. അപ്പോൾ ആ ഒരു നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് സമാധാനത്തിന് വേണ്ടി നീതി നടപ്പിലാകാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കുള്ള കൃത്യമായ ഉത്തരം എല്ലാവരും എഴുതി. ഇന്നത്തെ ഒരു ചോദ്യം, കഴിഞ്ഞ ദിവസം രാജ്യം ഭാരതരത്നം എന്ന് പറയുന്ന ഭാരതരത്നം നൽകി ആദരിച്ച ഒരു മുൻ പ്രധാനമന്ത്രിയാണ്. ആ മുൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ആ പ്രധാനമന്ത്രിക്ക് ഒരു ക്ലൂ ഞാൻ തരാം. ആ പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാബരി മസ്ജിദ് പൊളിച്ചത്. അദ്ദേഹത്തിന് 19-ലധികം ഭാഷ അറിയുന്ന വളരെ വലിയ പണ്ഡിതനായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പേരാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.